ചെന്നൈ ടീമിന് എന്തു പറ്റിയെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. പണ്ടത്തെ CSK ടീം ഡേഞ്ചറായിരുന്നു. എന്നാൽ ഇപ്പോൾ CSK മോശം കളിയാണ് കാഴ്ചവെക്കുന്നത്. ഇന്ന് പഞ്ചാബിനെതിരെയും അവർ തോറ്റിരിക്കുകയാണ്. ഇന്നത്തെ മാച്ച് തോറ്റപ്പോൾ CSK ടീം ഡേഞ്ചർ സോണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയുള്ള മാച്ച് തോറ്റാൽ അവർക്ക് പണിയായിരിക്കും. പ്ലേ ഓഫ് കാണാതെ പുറത്താക്കേണ്ടി വരും. ഇപ്പോഴത്തെ ഇന്ന് കളി ജയിച്ച ശേഷം സാം കറൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സാം കറൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ചെന്നൈക്കെതിരെ ഇന്ന് ജയിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ കരുതിയില്ല. കാരണം മികച്ചൊരു ടീമാണ് CSK. ധോണിയാണ് അവരുടെ ടീമിലുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചാണ് ഇന്ന് കളിച്ചത്. പക്ഷേ CSK ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. അവർ മോശം കളി ഇന്ന് പുറത്തെടുത്തു. വളരെ ഈസി ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് കളി ജയിച്ചത്. ഞങ്ങളിപ്പോൾ പ്ലേ ഓഫിലേക്ക് അടുത്തിരിക്കുകയാണ്. ഇന്നത്തെ വിജയം ഞങ്ങൾക്ക് ഒരുപാട് ആത്മവിശ്വാസം തന്നിട്ടുണ്ട്. പക്ഷേ ഈ IPL ഞങ്ങൾ പേടിക്കുന്നൊരു ടീമുണ്ട്. അത് രാജസ്ഥാനാണ്. അവർക്കെതിരെ ജയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. രാജസ്ഥാനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ കപ്പ് അവർ കൊണ്ടുപോകും. ഞങ്ങളിപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇനിയുള്ള മാച്ച് ജയിച്ച് ഇപ്രാവശ്യം പ്ലേ ഓഫിലെത്തണം. ഇതുപോലെ തന്നെ അടുത്ത മത്സരത്തിലും മുന്നോട്ട് പോകുമെന്ന് സാം കറൻ വ്യക്തമാക്കി. CSK ആരാധകർ നിരാശയിലാണ്. കാരണം ഇന്നത്തെ മാച്ച് അവരെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷേ CSK കളി തോറ്റു. ബാറ്റിങ്ങിലാണ് ചെന്നൈക്ക് പണിയായത്. 20 ഓവറിൽ ചെന്നൈ 162 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഇത് ലോ സ്കോറാണ്. ഇപ്പോഴത്തെ IPL ഒരുവിധം ടീമുകൾ 200 റൺസ് എടുക്കുന്നുണ്ട്. എന്നിട്ടും കളി ജയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ സമയത്താണ് ചെന്നൈ ഇത്രയും ചെറിയ സ്കോർ എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഇന്ന് ചെന്നൈ കളി തോറ്റു. പഞ്ചാബ് 17 ഓവറിൽ കളി ജയിച്ചു. ചെന്നൈ ടീം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഇപ്രാവശ്യം പ്ലേ ഓഫ് കാണില്ലെന്നത് ഉറപ്പാണ്. ഇനിയുള്ള എല്ലാ മാച്ചും അവർക്ക് ജയിക്കേണ്ടതുണ്ട്. അതേസമയം തന്നെ രാജസ്ഥാൻ ടീം മികച്ച വിജയങ്ങളാണ് സ്വന്തമാക്കുന്നത്. ഇപ്രാവശ്യം സഞ്ജു രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.